ചില പ്രത്യേക സീസണുകളിൽ ചില പ്രത്യേക വിഭവങ്ങൾ ഭയങ്കര മാർക്കറ്റ് വരും, വിപണി സ്വീകാര്യത വരും, വലിയ കച്ചവടം നടക്കും. സീസൺ ഇല്ലാതെ അങ്ങനെ മാർക്കറ്റുള്ളത് നമ്മുടെ ബ്രോയിലർ കോഴിക്ക് മാത്രമേ ഉള്ളൂ. ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും പെരുന്നാൾ വന്നാലും ഏതാഘോഷം വന്നാലും ബ്രോയിലർ കോഴിക്ക് കിടക്കാനൊക്കില്ല. ഏതാണ്ട് അത്തരം ഒരു സ്ഥിതിയായിരുന്നു നമ്മുടെ വിശ്വപൗരൻ ശശി തരൂർ MP എന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റേത്. അദ്ദേഹം ഇവിടെ വന്നു മത്സരിച്ചു, വിജയിച്ച് MP ആയി. അദ്ദേഹത്തിനെ ഭയം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലിയുണ്ട്. അങ്ങനെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ അവർക്ക് തന്നെ എല്ലാം മുഴുക്കാതെ നിൽക്കുമ്പോൾ പിന്നെ തരൂരിനൊരിടം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. എന്ന് മാത്രമല്ല, തരൂരും അവരെല്ലാവരും കൂടി ഒരു വേദിയിൽ വന്ന് പ്രസംഗിച്ചാൽ തരൂരിൻ്റെ പ്രസംഗമായിരിക്കും ആ പ്രസംഗ ശൈലി കൊണ്ടും കണ്ടൻറ്റ് കൊണ്ടുമൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുക. ഏതായാലും അദ്ദേഹം അങ്ങനെയൊക്കെ കയറി ഒരു സവിശേഷമായ വ്യക്തിത്വത്തോടെ അങ്ങനെ നിന്നു പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ്, നോഡ്കാസ്റ്റ്, ഇൻ്റർവ്യൂ, മറ്റേത് മറിച്ചേതെന്ന് പറഞ്ഞ് ഒരു കൂട്ടം തലക്കെട്ടുകളോടെ വാർത്തകൾ ഇനി രംഗത്തിറങ്ങി. എൻ്റെ പൊന്നോ, മാതൃഭൂമി ന്യൂസിലൊരു ദിവസം കണ്ടത്, ഈ വിവാദങ്ങൾക്കിടയിൽ പീയൂഷ് ഗോയലുമായി സെൽഫി പങ്കിട്ട് ശശി തരൂർ. തരൂരുള്ള കാലം മുതലേ ഒരു സെൽഫിയുടെ ആളാണ് അദ്ദേഹം. ക്രിക്കറ്റ് താരങ്ങളോടൊപ്പം, ഫുട്ബോൾ താരങ്ങളോടൊപ്പം, ലോക നേതാക്കളോടൊപ്പം ഒക്കെ അദ്ദേഹം സെൽഫി ഇട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനൊരു പ്ലസൻറ്റ് പോസിറ്റീവ് വൈബും ഉണ്ട്. എന്നാൽ പീയൂഷ് ഗോയലുമായിട്ട് സെൽഫി ഇട്ടത്, എൻ്റെ വാർത്ത ഇങ്ങനെയാണ്: കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹം നിലനിൽക്കെ പീയൂഷ് ഗോയലുമായി സെൽഫി പങ്കിട്ട് ശശി തരൂർ. പിന്നെ അദ്ദേഹം പോകുന്ന സ്ഥലത്തെല്ലാം ചോദിക്കുകയാണ്, വിടുവോ വിടുവോ പിടിക്കുവോ, വിടുവോ പിടിക്കുവോ. ഇതിനെല്ലാം നിദാനമായത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വന്ന ഒരു സംഗതിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളില്ല സാധാരണ പറയുമല്ലോ, മലയാള അണലി, ഇംഗ്ലീഷ് അണലി എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. അണലി എപ്പോഴും അണലിയാണ്, പട്ടി എപ്പോഴും പട്ടിയാണ്. മലയാളം പട്ടിയായാലും ഇംഗ്ലീഷ് പട്ടിയായാലും അവർക്ക് വേണ്ടത് തലക്കെട്ടാണ്. ആ തലക്കെട്ടിന് ഏതവൻ്റെ ഏത് സംഗതി പിടിച്ചുടച്ചാലും അവരുടെ കാര്യം നടക്കണം. അതാണ് മുഖ്യം. അവസാനം ഇന്നലെ തരൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പിട്ടു. നമ്മുടെ രാജ്യത്ത് ജേർണലിസം പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പാഠ്യവിഷയമാക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ വാർത്തകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ പുതിയ മലയാളം പോഡ്കാസ്റ്റിന് ഞാനുമായുള്ളൊരു അഭിമുഖമായിരുന്നു അത്. ശ്രദ്ധ ലഭ്യമാക്കാൻ ആഗ്രഹിച്ചു. അതിനായി അവർ 2 തികച്ച് നിർഭാഗ്യകരമായ കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഞാൻ സാഹിത്യ പ്രവർത്തനങ്ങളിൽ എൻ്റെ സമയം ചിലവഴിക്കാനുള്ള പല ഓപ്ഷനുകളുണ്ടെന്ന് പറഞ്ഞ ഒരു നിർദോഷമായ പ്രസ്താവനയെടുത്ത് ഞാൻ മറ്റ് രാഷ്ട്രീയ അവസരങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷ് തലക്കെട്ടുണ്ടാക്കി. പതിവ് പോലെ മറ്റുള്ള മീഡിയ ചാനലുകൾ ഈ തലക്കെട്ടിനോട് പ്രതികരിച്ചു. രാഷ്ട്രീയ ലോകം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആ പ്രശ്നം നേരിടാനായിരുന്നു ഞാൻ പിന്നീട് സമയം ചെലവഴിച്ചത്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ടെന്നതാണ് സത്യം. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുത്തനെ നമ്മൾ നാടൻ ഭാഷയിൽ കുറച്ച് ഇൻകറക്റ്റ് പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞാൽ ഒരുത്തൻ്റെ അരി അങ്ങ് ഉടയ്ക്കുക എന്നുള്ളതാണ് ഈ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവൻ്റെ അരിക്ക് കിട്ടുന്ന ഒരു സുഖം, അതാണ് അതിൻ്റെ ഒരു സത്യം. രണ്ടാമതായി, ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വ്യാജ വാർത്താ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു നേതാവില്ലെന്ന് ഞാൻ പരിതപിച്ചു അത്രേ. ഇത് ഹിന്ദു പത്രത്തിൻ്റെ മുൻനിര വാർത്തയാവുകയും മറ്റു മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ 3 ദിവസം നീണ്ട ചർച്ചകൾക്കിടയാക്കുകയും ചെയ്തു. ഞാൻ ഈ തലക്കെട്ടിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഇംഗ്ലീഷ് വിവർത്തനം എന്നായിരുന്നു മറുപടി. എന്നാൽ ഞാൻ വീഡിയോ ക്ലിപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പുറത്തു വന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി. ഇപ്പോൾ ആ പത്രം തിരുത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പക്ഷേ അതുകൊണ്ടുണ്ടാവേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായ ശേഷം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ദീർഘമായൊരു കുറിപ്പാണ്. ഞാൻ മൊത്തം വായിക്കുന്നില്ല, അതിൻ്റെ മാപ്പാണ് വായിക്കേണ്ടത്. ദ റിപ്പോർട്ട് ഈവൻ ദോസ് അഗൻസ്റ്റ് കോൺഗ്രസ് വോട്ട് ഫോർ മീ, ദാറ്റ്സ് വാട്ട് പാർട്ടി നീഡ്സ്. Tharoor quoted Congress MP Shashi Tharoor saying, several workers feel there is an absence of a leader in Kerala Congress. This was an inaccurate translation of his remarks in Malayalam. What Tharoor said was, we have many leaders, but many feel that there are no ordinary workers. നാലോചിച്ച് നോക്കൂ, ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കളുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സാധാരണക്കാരായ പ്രവർത്തകരുടെ കുറവുണ്ട് എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുന്നു എന്ന് പറഞ്ഞ കാര്യത്തെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം തെറ്റിപ്പോയതാണ് എന്ന് ഒരു മാധ്യമ
എന്തായാലും അവനെ വിളിക്കേണ്ട പേരെന്ന് വെച്ചാൽ മാധ്യമ പിമ്പ്. അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആയി പോയതാണ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആ ട്രാൻസ്ലേറ്റ് ചെയ്തവൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തവനെ കൊണ്ടുവന്ന് തരൂരിൻ്റെ മുമ്പിൽ നിർത്തി കൊടുത്തിട്ട് 2 കൈയും കൊണ്ട് മാറിയും തിരിഞ്ഞും അയ്യഞ്ചടി അവൻ്റെ ചെപ്പക്കുറ്റിക്ക് അടിപ്പിക്കണ്ടേ? അതല്ലേ മാധ്യമ ധാർമ്മികത? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പറയാത്ത കാര്യം നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ അപ്പോഴേ വെല്ലുവിളിച്ച് വക്കീൽ നോട്ടീസ് അയച്ച് മലയാളം കയ്യിലുള്ളതുകൊണ്ട് തരൂർ എന്ത് പാടുപെട്ട് കാണും ഇതൊന്ന് പറഞ്ഞൊപ്പിക്കാൻ. എത്ര ദിവസം അങ്ങനെയുടെ ഉറക്കം പോയി കാണും ഇത് വരാൻ വേണ്ടി കാത്തിരുന്ന്. അതിനു മുമ്പ് മരിച്ചു പോയായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു മാധ്യമ ചെറ്റത്തരമാണിത്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ പിണറായിയെ ധാർഷ്ട്യക്കാരനാണ്, അഹങ്കാരിയാണെന്നൊക്കെ പറയുമ്പോഴും നല്ല മുഖത്ത് നോക്കി അതിൻ്റെ പച്ചയ്ക്ക് പറയാൻ. ഇപ്പം നിങ്ങൾ നോക്കൂ, തരൂരിനെ ഇതെല്ലാം ചെയ്തെങ്കിലും തരൂരിനെ പുറത്ത് കളയണം, തരൂരിനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ ഒരൊറ്റ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിനെതിരെ മിണ്ടുവോ? മിണ്ടത്തില്ല. കാരണം അവരുടെയൊക്കെ കൂലി എഴുത്തുകാർ പലരും പല പത്രങ്ങളിലും ഉണ്ട്. അവർ സംസാരിക്കില്ല, ഒരക്ഷരവും മിണ്ടൂല്ല. കഷ്ടം.